ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസിയുടെ ബേസിക്സ് പോലും അറിയാത്തവർക്ക് അക്കൗണ്ടൻസി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അക്കൗണ്ടൻസിനെ കുറിച്ച് പറയണമെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആദ്യം നോക്കണം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നാൽ അക്കൗണ്ടിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബിസിനസ് ട്രാൻസാക്ഷനുകൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കലി അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അതേപോലെ തന്നെ ഒരു ഫേമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെയോ പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇനി വേറെ ഒബ്ജക്റ്റീവ് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞേക്കുന്നത് ട്രാൻസാക്ഷനുകൾ സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യാനും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു 4 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് നമ്മുടെ ലൂക്ക പാസിയോളിയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിലും അതേപോലെ തന്നെ ഫിനാൻസിലൊക്കെ ഒരു ഫിനാൻഷ്യൽ പൊസിഷനുകൾ അറിയണമെങ്കിൽ അക്കൗണ്ടൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ്. പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞു പോയെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന ടേമിനെ അവിടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി നമുക്ക് സ്റ്റെപ്സ്, അക്കൗണ്ടിങ്ങിൽ കുറച്ച് അക്കൗണ്ടിങ് പ്രോസസ്സുകളുണ്ട്. ഇത് പോകുന്ന ഒരു സ്റ്റേജസ് ഉണ്ട് അല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനും എൻഡിനും കുറച്ച് സ്റ്റേജസുകളുണ്ട്. അപ്പോൾ ആ സ്റ്റേജസിനെ നമ്മൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈയിങ് ട്രാൻസാക്ഷൻസ്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞു എന്തൊക്കെയാണ് ട്രാൻസാക്ഷനുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് തന്നെയാണത് ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിന് രണ്ടാമത്തത് റെക്കോർഡിങ് ജേർണൽസ്. എല്ലാ കാര്യങ്ങളും ജേർണലായിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജേർണൽ എന്താണെന്നൊക്കെ ഇനി പഠിക്കും. ആദ്യത്തെ നമുക്ക് ട്രാൻസാക്ഷൻ എന്താണെന്ന് അറിയണം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് സാലറി കൊടുത്തു അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങി, ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ട്രാൻസാക്ഷനിൽ വരിക. അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം അല്ലേ. ആ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ആ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണം. ഇനി ഈ ലെഡ്ജർ കഴിഞ്ഞിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയകളാണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫൈനലി എന്ത് ചെയ്യും, ഒരു ഫൈനൽ അക്കൗണ്ട്സ് അവിടെ പ്രിപ്പയർ ചെയ്യും. ഇതാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന 5 കാര്യങ്ങൾ. ഇപ്പോൾ ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കണം, നമ്മൾ ജേർണലുകൾ നോക്കും, ലെഡ്ജർ നോക്കും, ട്രയൽ ബാലൻസ് നോക്കും, ഫൈനലി ഒരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കും. ഇതൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കാൻ. നമ്മുടെ ഏറ്റവും കീ ആയിട്ട് വരുന്ന കീ ഏരിയാസാണ് അക്കൗണ്ടിങ്ങിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി ബേസിക് ടേംസ്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് ടേംസ് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയണം. കുറച്ച് ടേംസുകൾ നമുക്ക് അക്കൗണ്ടൻസിയിലുണ്ട്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസസ്, ഡ്രോയിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വരുന്ന ബേസിക് ടേംസുകളാണ്. അപ്പം അസറ്റ് എന്ന് പറഞ്ഞാൽ തിങ്സ് ഓൺഡ് ബൈ ബിസിനസ് അല്ലേ. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ക്യാഷ് ആവാം, ബിൽഡിംഗ് ആകാം, ലാൻഡ് ആകാം, അതൊക്കെയാണ് അസറ്റ് എന്ന് പറയുക. കൈവശമുള്ള സ്വത്തുക്കൾ അല്ലേ. ഇനി ലയബിലിറ്റി പറഞ്ഞാൽ എന്താണ്, നമുക്ക് ബാധ്യത എന്ന് പറയില്ലേ, അതാണ് നമ്മുടെ ലയബിലിറ്റി. ഇപ്പോൾ ലോണൊക്കെയാണ് എമൗണ്ട്സ് ഓൺഡ് ടു അതേഴ്സ് അല്ലേ. മറ്റുള്ളവർക്ക് നമ്മൾക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പോകുന്ന ഒന്നാണ് നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോണൊക്കെ നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻകം എന്തായിരിക്കും, അപ്പോൾ ഇൻകം ഏണിങ്സ് അല്ലേ, നമുക്ക് കമ്മീഷനൊക്കെ ആയിട്ട് കിട്ടുന്നതാണ്, ഏണിങ്സ് ആണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇൻകം മാത്രമല്ല നമുക്ക് എന്തുണ്ടാകാം, എക്സ്പെൻസ്, ചിലവുകൾ ഉണ്ടാകാം അല്ലേ. നമ്മുടെ കോസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. റെൻ്റ് ആകാം, സാലറി ആകാം, അതൊക്കെയാണ് എക്സ്പെൻസ്.
ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് പറഞ്ഞാൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മണിയാണ് നമ്മുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസുകളാണ്. ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നോട്ട് ചെയ്യണം. ഇതൊക്കെ പഠിക്കാൻ നമുക്ക് ALC IED പറഞ്ഞൊരു ഷോർട്ട് ഫോം. ഈ ഷോർട്ട് ഫോം നമുക്ക് മറക്കാതെ നോക്കാൻ പറ്റുന്നത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസസ് ആൻഡ് ഡ്രോയിങ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ടൈപ്പ് ഓഫ് അക്കൗണ്ടുകൾ. ഏതൊക്കെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് നമുക്ക് നോക്കാം. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ, പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞാൽ ഡെബിറ്റ് അല്ലേ, ഡെബിറ്റ് റിസീവർ ഡെബിറ്റ് ചെയ്യുന്നതും കിട്ടുന്ന കാര്യങ്ങൾ ആണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്, നമ്മളെ പൈസ പോകുന്ന നമ്മളെ പൈസ വരുന്നതൊക്കെ മെയിനായിട്ട് പേഴ്സണൽ അക്കൗണ്ടിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ റിയൽ അക്കൗണ്ട് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് ഇൻ കംസ്, ക്രെഡിറ്റ് വാട്ട് ഇൻ ഗോസ് ഔട്ട്. അതായത് നമുക്ക് എന്ത് വരുന്നു അത് ഡെബിറ്റ് ചെയ്യും, എന്ത് പോകുന്നു അത് ക്രെഡിറ്റ് ചെയ്യും. അതാണ് റിയൽ അക്കൗണ്ട്. ദെൻ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോമിനൽ. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. അതാണ് മെയിനായിട്ട് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. പേഴ്സണൽ, റിയൽ, PR എന്ന് പറയും, PRN, പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡെബിറ്റ് ചെയ്യുന്ന റിസീവറും ക്രെഡിറ്റ് ചെയ്യുക ഗിവറും. അതാണ് പേഴ്സണൽ അക്കൗണ്ട്. ദെൻ വാട്ട് കംസ് ഇൻ ഡെബിറ്റ്, ദെൻ വാട്ട് ഗോസ് ഔട്ട് അത് ക്രെഡിറ്റ്. അപ്പോൾ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് കഴിഞ്ഞ് നമുക്ക് റൂള്, ക്രെഡിറ്റിനും ഡെബിറ്റിനും റൂളുകളുണ്ടല്ലേ. പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ റിസീവർ ഡെബിറ്റ് ചെയ്യും, മറ്റേൽ ഗിവർ കൊടുക്കുന്ന ആൾ അവിടെ ക്രെഡിറ്റ് ചെയ്യും. ഇനി റിയൽ അക്കൗണ്ട് ആകുമ്പോൾ വരുന്നത് ഡെബിറ്റ് ചെയ്യും, മറ്റ് പോകുന്നത് ക്രെഡിറ്റ് ചെയ്യും. ഈ നോമിനൽ അക്കൗണ്ട് എന്താണ്, എല്ലാ എക്സ്പെൻസുകളും ലോസും ഡെബിറ്റ് ചെയ്യും, ഇൻകംസ് ഒക്കെ അവിടെ ഇൻകംസ് ഒക്കെ ഗെയിൻസ് ആണെങ്കിൽ അവിടെ ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു റൂൾ അക്കൗണ്ടിങ് റൂൾസ് ആണത്. ഇത് മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൽ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഈ അക്കൗണ്ടിങ് റൂൾസിൽ വരുന്നത്. അപ്പോൾ റൂൾസും അതേപോലെ ടൈപ്സ് ഓഫ് അക്കൗണ്ടും സെയിം തിങ്ങിന് പറയുന്നത് എല്ലാം നമ്മുടെ ഈ ഒരു PRN അല്ലെ, PRN പേഴ്സണൽ, റിയൽ, നോമിനൽ പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ പഠിച്ച് തന്നെ വയ്ക്കണം. അടുത്തത് ജേർണൽ എൻട്രി എന്താണെന്ന് നമ്മൾ നോക്കേണ്ടത്. ജേർണൽ എൻട്രിയിൽ ജേർണൽ എന്ന് പറഞ്ഞാൽ ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ അതാണ് നമ്മുടെ ജേർണൽ നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രീസ് അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ജേർണൽ. എല്ലാ എൻട്രീസിനെയും പ്രോപ്പറായിട്ട് അവിടെ കീപ്പ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് ജേർണൽ. എന്തായിരുന്നു, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ദാറ്റ് ഈസ് ജേർണൽ. അവിടെ എല്ലാ ട്രാൻസാക്ഷൻസുകളും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ജേർണലിലാണ്. ജേർണലിന് രണ്ട് സൈഡ് വരും, ഒരു ഡെബിറ്റ് സൈഡും വരും, ഒരു ക്രെഡിറ്റാണ് വരും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, അല്ല അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അതാണൊരു ജേർണൽ എൻട്രി. അല്ലെങ്കിൽ നമുക്ക് സാലറി കൊടുത്തു, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് വരും. അതല്ലെങ്കിൽ റെൻറ്റ് കൊടുത്തു, അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് വരും. ഇതാണ് നമ്മുടെ ഒരു ജേർണൽ എൻട്രി. അപ്പോൾ ജേർണൽ എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഡെബിറ്റ് സൈഡും ഉണ്ടാകാം, ക്രെഡിറ്റ് സൈഡും ഉണ്ടാകാം. ട്രാൻസാക്ഷനുകൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇത് ജേർണൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലെഡ്ജർ. ജേർണൽ കഴിഞ്ഞാൽ ലെഡ്ജറാണ്, അത് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ്, നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. അപ്പോൾ ഒറിജിനൽ എൻട്രി നമ്മുടെ ജേർണലും അതേപോലെ തന്നെ ഫൈനൽ എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറുമായിരിക്കാം. ഫൈനൽ എൻട്രി ആണ് ലെഡ്ജർ. വൺ വേർഡ് ചോദിക്കും, ഫൈനൽ, ദെൻ ജേർണൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ,
ഒറിജിനലാണ് വരിക. അപ്പോൾ ലെഡ്ജർ എന്താണെന്ന് നോക്കുക. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ്, എല്ലാ അക്കൗണ്ടിൻ്റെയും ഒരു കളക്ഷനാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ഫ്രം ജേണൽ ആർ പോസ്റ്റഡ് ഹിയർ. ജേണലത്തെ ട്രാൻസാക്ഷനുകൾ പോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ലെഡ്ജറിലായിട്ടായിരിക്കുന്നു. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, റെൻറ്റ് അക്കൗണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പുള്ള ജേണൽ എൻട്രിത്തെ ഡെബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താക്കും നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ആയിട്ട് ലെഡ്ജർ അക്കൗണ്ട് കീപ്പ് ചെയ്ത് പോകും. അത് ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് ഏതും അവിടെ ആകാം. ഇനി നമുക്ക് ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് പറഞ്ഞാൽ ഈ എല്ലാ ലെഡ്ജറുകളുടെയും കൂട്ടം. അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി ആണ്. ജേണലിൻ്റെ കൂട്ടമാണ് ഇതെന്ന് പറയുന്നത്. എല്ലാ അക്കൗണ്ടുകളുടെ കൂട്ടമാണ് ലെഡ്ജർ. ഈ ലെഡ്ജറിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ബാലൻസ് ആണ് ട്രയൽ ബാലൻസ്. ലിസ്റ്റ് ഓഫ് ഓൾ ലെഡ്ജർ ബാലൻസ്, ലെഡ്ജർ ബാലൻസസ് ആണ്. ആ ലെഡ്ജർ ബാലൻസസിൻ്റെ ലിസ്റ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് നോക്കുന്നത്. ടോട്ടൽ ഓഫ് ഡെബിറ്റ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ക്രെഡിറ്റ്, രണ്ടും അവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ട്രയൽ ബാലൻസിൽ എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും അവിടെ എന്തായിരിക്കണം? രണ്ടും ഈക്വൽ ആയിരിക്കണം. അതാണ് ട്രയൽ ബാലൻസ്. ഫസ്റ്റ് ലാസ്റ്റ് വരുന്നത് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പറഞ്ഞാൽ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ നോക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നമ്മൾ നോക്കുന്നത്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട് ബാലൻസ് ഷീറ്റ്. നമ്മൾ ഫൈനൽ അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കണക്കാക്കാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷന് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മൂന്നും ആണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ടുകൾ. ട്രേഡിങ്ങിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം എങ്ങനെയാണ് വരിക പറഞ്ഞാൽ പോലെ തന്നെ ട്രയൽ ബാലൻസ്, ലെഡ്ജർ, അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഫൈനലി എന്തിലേക്ക് എത്തുക? ഫൈനൽ അക്കൗണ്ടിലോട്ട് നമ്മൾ എത്തുന്നത്. ഇനി അക്കൗണ്ടിങ് ഡെയിലി ലൈഫിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അക്കൗണ്ടിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബഡ്ജറ്റിങ്ങിനും സേവിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഹെൽപ്സ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് സേവിങ്സ്. ദെൻ കീപ്പ് റെക്കോർഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. പ്രോപ്പറായിട്ട് നമുക്ക് എത്ര ഇൻകം വന്നു, നമുക്ക് എത്ര ഇൻകം പോയി, അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻകത്തിൻ്റെയും എക്സ്പെൻസിൻ്റെയും കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് കിട്ടാൻ ഈ അക്കൗണ്ടിങ് സൈക്കിൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് എന്താണ്, നമ്മുടെ സ്മോൾ ബിസിനസ്സിനും ഇൻഡിവിജ്വൽസിനെയും എന്ത് യൂസ്ഫുള്ളാണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത് എല്ലാ ബിസിനസ്സിനും, അതിപ്പോൾ വലിയ ബിസിനസ് ചെറിയ ബിസിനസ്സിനില്ല, എല്ലാ സ്മോൾ ബിസിനസ്സിനും ഇൻഡിവിജ്വൽസിനും ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അക്കൗണ്ടൻസി ഡേ ടു ഡേ ലൈഫിൽ സഹായിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് നമുക്കൊരു സമ്മറി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചല്ലോ. അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. അവിടെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ഡാറ്റകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്സ് ആയിട്ടും വരുന്നത്. ഇതിൻ്റെ ബേസിൽ നിങ്ങൾ തയ്യാറാക്കേണ്ട നോട്ട്സാണ് അക്കൗണ്ടിങ് ഡെഫിനിഷൻ, അതേപോലെ തന്നെ അസറ്റുകളും ലയബിലിറ്റികളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ട്രയൽ ബാലൻസ് നോട്ട് ചെയ്യണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുള്ള വർക്കാണ്. ഈ വർക്കുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.